നെഹ്റുവും വല്ലപ്പോഴുമൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ട്, പലതും പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ സത്യങ്ങളും പറഞ്ഞിട്ടുള്ള ആളാണ് അദ്ദേഹം. അങ്ങനെ ഒരു സത്യമായിരുന്നു അത്. അതിൽ പറയുകയാണ്, നാട്ടുനടപ്പുള്ള മാമൂല് മതങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതല്ല ഹിന്ദു. അത് കുറച്ചുകൂടി വ്യത്യസ്തമാണ്, അത് കുറച്ചുകൂടി തുറന്നതാണ്, അത് തുടർച്ചയായി നടക്കുന്ന ഒരു സത്യാന്വേഷണത്തിൻ്റെ പരീക്ഷണത്തിൻ്റെ യാത്രയാണ്. അങ്ങനെയുള്ള ഈ ഹിന്ദു ധർമ്മം അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. ആരെയൊക്കെ? ഒരു പ്രഖ്യാപിത നിരീശ്വരവാദിയായ ചാർവാകനെ പോലും ഉൾക്കൊള്ളുന്നതാണ് ഹിന്ദുധർമ്മം. ലോകത്ത് ഏതു മതമുണ്ട് നിരീശ്വരവാദികളെ ഉൾക്കൊള്ളുന്നത്? നിരീശ്വരവാദികൾ നിർമ്മതന്മാരാണ്, മതമില്ലാത്തവരെയാണ് നിരീശ്വരന്മാരെന്ന് വിളിക്കുക. പക്ഷേ ഹിന്ദുധർമ്മത്തിൽ ചാർവാകനും ഹിന്ദുവാണ്, ഹിന്ദുധർമ്മത്തിൽ കണാദനും ഹിന്ദുവാണ്, ഹിന്ദുധർമ്മത്തിൽ സാക്ഷാൽ വാത്സ്യായനനും ഹിന്ദുവാണ്, ഹിന്ദു മുനിയാണ്, ഋഷിയാണ്. പക്ഷേ ആ കൊട്ടേഷനിൽ നെഹ്റുജി പറയുന്നു, പ്രഖ്യാപിത ഒരു എത്തിയിസ്റ്റായ ചാർവാകനെ പോലും ഉൾക്കൊള്ളുന്നതാണ് ഈ വിശിഷ്ട ദർശനം. അവസാനം അദ്ദേഹത്തിൻ്റെ കവിതാമയമായ ആംഗല ഭാഷയിൽ പ്രയോഗിക്കുകയാണ്, മക്കളിനി വേറിട്ടു പോകാൻ ആഗ്രഹിച്ചാൽ പോലും എങ്ങനെയാണോ അമ്മ അവരെ പുണരുന്നത്, അതേപോലെ വേറിട്ടു പോകാൻ ആഗ്രഹിക്കുന്നവരെ പോലും പുണർന്ന് നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ഒന്നാണ് ഹിന്ദുധർമ്മം.